നീ വീണ്ടും അതേ തെറ്റിലേക്ക് തന്നെ നടന്നു നീങ്ങുകയാണ്. എന്റെ കുട്ടി, ഒന്ന് നിൽക്കൂ. ശാന്തനായി എന്റെ ഈ വാക്കുകൾക്ക് കാതോർക്കൂ. ഇന്ന് നിന്റെ ഉള്ളിൽ പുകയുന്ന ആ അശാന്തിയുടെ തീ അണയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. നീ നിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പുറം ലോകത്ത് തിരയുകയാണ്. എന്നാൽ സത്യം നിന്റെ ഉള്ളിൽ, നിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട്. നിനക്ക് വേദന മാത്രം നൽകിയ അതേ ഇടത്തിലേക്കാണ് നീ വീണ്ടും വീണ്ടും മടങ്ങിച്ചെല്ലുന്നത്. എന്നിട്ട് എന്റെ ജീവിതം മാത്രം എന്തേ ഇങ്ങനെ എന്ന് എന്നോട് പരാതി പറയുന്നു. ഇതൊരു ശിക്ഷയല്ല, നിന്റെ ജീവിതം മാറ്റാനുള്ള പാഠമാണ്. ഓരോ മുറിവും നിന്റെ വഴി മാറാൻ ഞാൻ നൽകുന്ന സൂചനകളാണ്. പക്ഷേ നിന്റെ ഉള്ളിലെ വൈകാരികമായ ബന്ധനങ്ങൾ ആ സത്യം കാണുന്നതിൽ നിന്ന് നിന്നെ തടയുന്നു. സ്നേഹം ഒരിക്കലും നിന്നെ തളർത്തുകയോ തകർക്കുകയോ ചെയ്യില്ല. സ്നേഹം നിന്നെ ചേർത്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. നിന്നെ വീണ്ടും വീണ്ടും കരയിക്കുന്നതും നിന്നിൽ നിന്ന് തന്നെ നിന്നെ അകറ്റുന്നതും സ്നേഹമല്ല, അത് നിന്റെ പരീക്ഷയാണ്. സ്വന്തം വില തിരിച്ചറിയാൻ പഠിക്കുന്നതുവരെ നീ ആ പരീക്ഷയിൽ കുടുങ്ങിക്കിടക്കും. അല്പം കൂടി സഹിച്ചാൽ, കുറച്ചുകൂടി കാത്തിരുന്നാൽ എല്ലാം ശരിയാകുമെന്ന് നീ കരുതുന്നു. എന്നാൽ ഞാൻ നിന്നോട് സത്യം പറയാം, ബഹുമാനമില്ലാത്തിടത്തെ കാത്തിരിപ്പ് വൃഥാവാണ്. നിന്റെ സ്വന്തം വില മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ടി വരുന്നത് നിന്റെ ആത്മാവിനോട് ചെയ്യുന്ന അനീതിയാണ്. ഇത് ദൗർബല്യമല്ല, നീ നിന്റെ ശക്തി മറന്നുപോയിരിക്കുന്നു. മറ്റുള്ളവരുടെ സന്തോഷത്തിനായി നീ നിന്നെ തന്നെ ഇല്ലാതാക്കുകയാണ്. നീ അപൂർണനല്ല, നീ സമ്പൂർണനാണ്. നിനക്കുള്ളത് നിനക്ക് ലഭിക്കാൻ നിന്നെ തന്നെ നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. യഥാർത്ഥ ബന്ധം നിനക്ക് നൽകുന്നത് സമാധാനമാണ്, സംഘർഷമല്ല. അവിടെ നിനക്ക് നിന്റെ ആത്മാർത്ഥത തെളിയിക്കേണ്ടി വരില്ല. പകരം നിനക്ക് നീ ആയിരിക്കാൻ സാധിക്കും. വിധി എന്ന് കരുതി നീ മുറുകെ പിടിച്ചിരിക്കുന്ന ആ വേദനയെ ഉപേക്ഷിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. ഉപേക്ഷിക്കാൻ എളുപ്പമല്ലെന്ന് എനിക്കറിയാം. ഓർമ്മകളും പ്രതീക്ഷകളും നിന്നെ തടഞ്ഞേക്കാം. എന്നാൽ ഓർക്കുക, നിന്നെ ഉള്ളിൽ നിന്ന് തകർക്കുന്ന ഒന്നിനെ പിടിച്ചു നിൽക്കുന്നത് ഒരു തരം അടിമത്തമാണ്. നിന്നെ സ്വതന്ത്രനായി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തെറ്റായവ ഉപേക്ഷിക്കുമ്പോൾ മാത്രമേ ശരിയായവയ്ക്ക് നിന്റെ ജീവിതത്തിൽ ഇടമുണ്ടാകൂ. ഇതൊരു അവസാനമല്ല, ഇതൊരു പുതിയ തുടക്കമാണ്. നീ തകർന്നു പോയിട്ടില്ല, നീ കൂടുതൽ കരുത്തനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എഴുന്നേൽക്കൂ, നിന്റെ ഉള്ളിലെ ദൈവീകമായ ശബ്ദത്തിന് കാതോർക്കൂ. ഇപ്പോൾ തീരുമാനം നിന്റേതാണ്. നീ വീണ്ടും പഴയ വേദനകൾ തിരഞ്ഞെടുക്കുമോ, അതോ നിന്നെ തന്നെ സ്നേഹിച്ചുകൊണ്ട് അന്തസ്സോടെ മുന്നോട്ട് പോകുമോ? ലോകത്തിന് മുന്നിൽ ചിരിക്കുമ്പോഴും നിന്റെ ഉള്ളിലെ ക്ഷീണം ഞാൻ അറിയുന്നുണ്ട്. അത്രമേൽ മുറിവേറ്റ നിന്റെ പാദങ്ങൾ കൊണ്ട് വീണ്ടും ആ പഴയ കല്ലുപാകിയ വഴിയിലൂടെ നടക്കരുത്. നീ സ്നേഹത്തിന് അർഹനാണ്, പക്ഷേ നിന്റെ ആത്മാവിനെ വിട്ടുകൊടുത്തുകൊണ്ടാവരുതത്. ഒരു കണ്ണാടി പോലെ ഈ സാഹചര്യങ്ങൾ നിന്നെ ഒരു കാര്യം പഠിപ്പിക്കുന്നു. ഇപ്പോൾ നീ നിന്നെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഒറ്റപ്പെടൽ നൽകുന്ന ശൂന്യതയേക്കാൾ മാരകമാണ് തെറ്റായ മനുഷ്യരുടെ കൂടെയുള്ള ജീവിതം. ഈ വിഷമവൃത്തം ഇന്നിവിടെ അവസാനിക്കട്ടെ. വീണ്ടും വീണ്ടും വീണയിടത്ത് തന്നെ ചെന്നു ചാടുന്നത് നിന്റെ നിയോഗമല്ല.